തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ BDJS അംഗങ്ങളെ ഇടതുപക്ഷത്തേക്കും CPM-ലേക്കും സ്വാഗതം ചെയ്ത CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ. BJP-യുമായുള്ള സഖ്യം അവസാനിപ്പിക്കണമെന്ന വികാരം BDJS അണികളിലും നേതാക്കളിലും ശക്തമാകുന്നതിനിടെയാണ് BDJS പ്രവർത്തകരെ ലക്ഷ്യമിട്ട് CPM നേതാവ് രംഗത്തെത്തിയത്. അതേസമയം NDA സഖ്യത്തിൽ നിന്നും പിന്മാറുന്ന കാര്യത്തിൽ BDJS ഇനിയും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പിന്നോക്കക്കാരുടെ ക്ഷേമത്തിനായാണ് BDJS രൂപം കൊണ്ടതെന്ന് R. നാസർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ മുന്നോക്കക്കാർക്കും പ്രാധാന്യം നൽകുന്ന NDAയിൽ അവർക്ക് നീതി കിട്ടുന്നില്ല. മുന്നോക്കക്കാരുടെ അടിമകളായി മാറ്റാനാണ് നോക്കുന്നത്. BDJS സ്ഥാനാർത്ഥികൾക്ക് സവർണരായ BJP-ക്കാർ വോട്ട് പോലും ചെയ്തില്ലെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വ്യക്തമായി. ഈ സാഹചര്യത്തിൽ പ്രവർത്തകരെ CPM-ലും ഇടതുപക്ഷത്തും ചേർന്ന് പ്രവർത്തിക്കാൻ സ്വാഗതം ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം മുന്നണി വിടുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് BDJS നേതൃത്വം വ്യക്തമാക്കുന്നത്. BDJS നിലവിൽ NDAയുടെ ഭാഗമാണെന്നും മുന്നണി വിടുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും BDJS നേതൃത്വം വ്യക്തമാക്കുന്നു. BDJS നിലവിൽ NDAയുടെ ഭാഗമാണെന്നും മുന്നണി വിടുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ജ്യോതിസ് പറഞ്ഞു. മുന്നണിയിൽ തുടരുന്നതിനോട് യോജിപ്പും വിയോജിപ്പുമുണ്ട്. ഇതിനർത്ഥം മുന്നണി വിടുക എന്നതല്ല. പാർട്ടിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മറ്റു മുന്നണികളിൽ നിന്നും മാറ്റങ്ങൾക്കായി സമീപിക്കുന്നുണ്ട്. എന്നാൽ BDJS നേതൃത്വം ഇത് സംബന്ധിച്ച ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ 10 വർഷം NDAയ്ക്കൊപ്പം നടന്നിട്ട് എന്ത് കിട്ടിയെന്ന് BDJS ആലോചിക്കണമെന്ന ചോദ്യം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. BDJSന് ഇക്കാലയളവിൽ നേട്ടമൊന്നുമില്ലെന്ന നിലപാടാണ് വെള്ളാപ്പള്ളി പങ്കുവച്ചത്. BDJS ഇടതുപക്ഷത്തേക്ക് പോകണമെന്ന അഭിപ്രായമുള്ളവർ ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 300ഓളം സീറ്റുകളിൽ മത്സരിച്ചിട്ടും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റിൽ മാത്രമാണ് BDJS സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാനായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തിരിച്ചടികൾക്ക് പിന്നാലെ മുന്നണി മാറ്റ ചർച്ചകൾ BDJSൽ സജീവമാണെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് വെള്ളാപ്പള്ളിയുടെ ചോദ്യം.